ഞങ്ങളുടെ റീസായിരുന്നു വളരെ ഹോബിയായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ വളരെ വളരെ ചുരുക്കമാണ്. സത്യം പറഞ്ഞാൽ ഈ ലോകം പല മഹാന്മാരെയും വിശുദ്ധന്മാരായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതിനോട് പിന്നെ അതിനെക്കാട്ട് ഒട്ടും താഴെയല്ലാതെ ധാരാളം ആളുകൾ താഴെ കഴിയുകയും ആരും അറിയപ്പെടാതെ കഴിയുന്നു. അവരുടെ വർക്ക് ഒട്ടുന്നതിൽ ഏകീകരിച്ചുകൂടാ. ഈ പി ജോസഫിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അതുപോലെ ദീർഘമായൊരു കാലഘട്ടം അദ്ദേഹം ഈ സേവനത്തിനോട് ഉപയോഗിച്ചു. ഇവിടുന്ന് റിയാസ് എടുത്താണ് മകൻ ഇവിടെ വന്ന് ജോലി ചെയ്തത്. റിയാസ് എടുത്തിട്ട് മരിക്കുന്നത് വരെ അദ്ദേഹം ഈ സേവനത്തിൽ ഏറെന്നാണ്. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞു കിട്ടും. നമുക്ക് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ നന്മ അതൊന്നും മാത്രമാണ് മകനെ ഇന്നത്തെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹവും കുടുംബവും ഇംഗ്ലണ്ടിലാണ്. വളരെ നല്ല ജോലിയുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ പി ജോസഫിൻ്റെ ജീവിതത്തിലെ നന്മയുടെ മാത്രമുണ്ടായിട്ടുള്ളതാണ് എൻ്റെ കൈകൊള്ളുന്നത്. പള്ളിക്കാരുടെ ഫാമിലി പഴയൊരു ഫാമിലിയാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു പി ജോസഫ്. ആ ബുദ്ധിമുട്ടിനിടയിലാണ് ഇതുപോലൊരു ജീവിതത്തിൽ നയിച്ചതെന്ന് വിചാരിക്കുന്നത്. ഒരു സമയത്ത് നമ്മുടെ ഡ്യൂട്ടിയിൽ യാതൊരു വീഴ്ചയുമില്ലാതെ ഇതുപോലെ സേവനത്തിന് വേണ്ടി ഭയപ്പെട്ട ബുദ്ധിമുട്ടിയ ആളുകൾ കാണുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള നാട്ടിലെ ഏത് മകന് കൊടുക്കുന്ന അവാർഡാണ്. അതുകൊണ്ട് ഈ അവാർഡ് കുറച്ചുകൂടെ വിലപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതലായിട്ട് ഒന്നും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിച്ചത് ആദ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാവരും നന്ദി പ്രദേശത്ത് ഞാൻ